ഹലോ ഗായ്സ്, ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ നമുക്ക് ഇനി 2-3 ടോപ്പിക്കുകൾ കൂടി ഉണ്ട് നമുക്ക് ഫോർത്ത് മോഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് സെൻസേഴ്സാണ് നമ്മൾ നോക്കുന്നത്, നമുക്കറിയാം. അപ്പോൾ ഇനിയുള്ള ടെമ്പറേച്ചർ സെൻസറും ഉണ്ട്, അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ സെൻസർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തു. ഇനി ഒരു ന്യൂമാറ്റിക് സെൻസർ കൂടി ഉണ്ട്, അതുകൂടി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഫോർത്ത് മോഡ്യൂൾ കംപ്ലീറ്റ് ആവുള്ളൂ. സോ അതിനുശേഷം ഫിഫ്ത്ത് മോഡ്യൂൾ നമുക്ക് കണ്ടീഷൻ മോണിറ്ററിംഗ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ അക്വസ്റ്റിക് എമിഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിലൊക്കെ പഠിച്ചിട്ടില്ലേ, കോമ്പോസിറ്റ് മെറ്റീരിയലിൽ അങ്ങനത്തെ കുറേ ടെക്നിക്സാണ് നമ്മൾ ഫിഫ്ത്ത് മോഡ്യൂളിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിന്ന് ടെമ്പറേച്ചർ സെൻസേഴ്സ് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഓൾറെഡി നമുക്കറിയാം ടെമ്പറേച്ചർ സെൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ പർപ്പസ്, മറ്റു കാര്യങ്ങൾ നമുക്കറിയാം. അപ്പോൾ ഇവിടുത്തെ കേസിൽ നമുക്ക് ഒരു മെഷീനിൽ അല്ലെങ്കിൽ ഒരു ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയിൽ നമുക്ക് പല രീതിയിലുള്ള മെഷീൻസ് ഉണ്ടാവും. അപ്പോൾ ആ മെഷീൻസിലെല്ലാം പല ടെമ്പറേച്ചർ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ ആ ടെമ്പറേച്ചർ മൂലം ഒരു ഡാമേജ് വരുത്തുന്ന ഏതെങ്കിലും ഒരു കമ്പോണൻസ് ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ടെമ്പറേച്ചർ ചേഞ്ചസ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ റേസ് അതെല്ലാം നമ്മൾ മോണിറ്റർ ചെയ്യുകയും അതിനനുസരിച്ച് ആ ഒരു ടെമ്പറേച്ചർ റേസ് ആവുകയാണെങ്കിൽ അതിനുള്ള ഒരു റെമഡി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട ഒരു ആവശ്യം നമുക്ക് അവിടെ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ടെമ്പറേച്ചർ സെൻസേഴ്സ് നമ്മൾ നിർബന്ധമായും യൂസ് ചെയ്യേണ്ട ഒരു അവസരത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ടെമ്പറേച്ചർ മോണിറ്റർ ചെയ്യുന്നത്? ടെമ്പറേച്ചർ മോണിറ്റർ ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ MOS നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒരു എഫക്റ്റിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ചില മെറ്റീരിയൽസ്, ചിലതല്ല ഒരുവിധം എല്ലാ മെറ്റീരിയൽസും ടെമ്പറേച്ചറിന് ബിഹേവ് ചെയ്യും. പറഞ്ഞാൽ കുറച്ച് ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഒരു ബിഹേവിയർ അത് കാണിക്കും. അതൊന്നില്ലേ ടെൻഷൻ ആയിട്ടായിരിക്കും അല്ലെങ്കിൽ ടെൻസൈലായിട്ടായിരിക്കും ബിഹേവ് ചെയ്യുക, അല്ലെങ്കിൽ കംപ്രസ് ആയിട്ടായിരിക്കും ബിഹേവ് ചെയ്യുക, അല്ലെങ്കിൽ കംപ്രഷൻ ആയിട്ടായിരിക്കും ബിഹേവ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ കയ്യിലൊരു മെഷീനുണ്ട്. അപ്പോൾ നമ്മൾ ആ മെഷീൻസിൽ കുറേ കമ്പോണൻസുകൾ അസംബിൾ ചെയ്തിട്ടാണ് മെഷീൻ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പോർഷനിൽ ഇപ്പോൾ ഒരു ഫയർ ഉണ്ടാവുകയോ അല്ലെങ്കിൽ എന്തൊരു കാരണം കൊണ്ട് അവിടെ ടെമ്പറേച്ചർ റേസ് ആവുകയോ ചെയ്യുന്നു ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക. അപ്പോൾ റേസ് ആകുമ്പോൾ ആ ഭാഗത്തുള്ള ഒരു കമ്പോണൻറ്റ് ടെമ്പറേച്ചറിന് ടെമ്പറേച്ചറിന് അനുസരിച്ച് അത് ബിഹേവ് ചെയ്യുന്ന രീതിയിലുള്ള മെറ്റീരിയൽ ആണെങ്കിൽ അതിൻ്റെ ഒരു ലെങ്ത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വേറൊരു പാർട്ടുമായിട്ട് അസംബിൾ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതുമായി ഇരിക്കുന്ന മറ്റു പാർട്സിലേക്ക് അത് ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഡാമേജ് ഉണ്ടാവുകയും ടോട്ടൽ മെഷീനെ തന്നെ ഒരു ഡാമേജ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു സിറ്റുവേഷനിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത് ഒരു മെഷീനെ തന്നെ ചിലപ്പോൾ റീപ്ലേസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ തന്നെ നമുക്ക് അതിലുള്ള പാർട്സുകൾ റീപ്ലേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്തിനാണ് വെറുതെ ഒരു മെയിൻ്റനൻസ് കോസ്റ്റ് നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെയുള്ള ചോദ്യം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ടെമ്പറേച്ചർ മോണിറ്റർ ചെയ്യുന്നു. അതൊരു മെഷീൻ്റെ കേസിൽ. ഇനി വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ടെമ്പറേച്ചർ റൈസ് ആവുന്നുണ്ടോ എന്നുള്ളതും, ഫോർ എക്സാമ്പിൾ നമുക്കറിയാം ലെയ്ത്തിലും മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ടെമ്പറേച്ചർ റൈസ് ആവുന്നതുകൊണ്ട് കൂളൻ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ടെമ്പറേച്ചർ റൈസ് ആവുകയും ആ ടെമ്പറേച്ചറിനനുസരിച്ച് നമുക്ക് ആ ടെമ്പറേച്ചർ കുറയ്ക്കാനുള്ള ഒരു കൂളൻ്റും മറ്റ് പ്രൊവൈഡ് ചെയ്യാൻ. ഇപ്പോൾ കൂളൻ്റിൽ തന്നെ നമ്മൾ പല രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഒന്ന് ഫാസ്റ്റായിട്ട് കുറച്ച് പ്രഷറിൽ മെല്ലെ ഫ്ലോ ചെയ്ത് പോകുന്ന രീതിയിലുള്ള കൂളൻ്റ്, മറ്റു കാര്യങ്ങൾ നമ്മൾ CNC നോക്കുമ്പോൾ നമ്മൾ നോക്കിപ്പോയിരുന്നതാണ്. അപ്പോൾ ആ ഒരു ഇതിനെ മോണിറ്റർ ചെയ്യാൻ നമ്മൾ ടെമ്പറേച്ചർ സെൻസറുകൾ നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ റോബോട്ടിക്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ, CNCയുടെ കേസൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മൈക്രോ ലെവലിലുള്ള രീതിയിലുള്ള സെൻസേഴ്സേ നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നമുക്ക് തെർമോമീറ്റേഴ്സൊക്കെ ഉണ്ട് നമുക്കല്ലേ. അപ്പോൾ ആ തെർമോമീറ്റർ എന്ന് പറഞ്ഞാൽ കുറച്ച് വലിപ്പം കൂടിയതാണ്, മാക്രോ സൈസിൽ ഒരുവിധം സൈസുള്ളതാണ്. അതെല്ലാം അവിടെ നമുക്ക് കൊണ്ടുവെക്കാൻ പറ്റില്ല. അപ്പോൾ ചെറിയ സൈസിലുള്ള രീതിയിലുള്ള ഇതേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു സെൻസേഴ്സിനെയാണ് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ പറയുന്നത് പറഞ്ഞാൽ ഒന്ന് തെർമോകപ്പിളാണ് നമുക്ക് ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെമ്പറേച്ചർ സെൻസിങ് ഡിവൈസാണ് തെർമോകപ്പിൾ എന്ന് പറയുന്നത്. ദെൻ RTD എന്ന് പറഞ്ഞിട്ടുള്ള സെൻസറാണ്, തെർമിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള സെൻസറുണ്ട്, പിന്നെ സെമി കണ്ടക്ടർ സെൻസേഴ്സ്. ഈ 4 നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ജസ്റ്റ് ടെമ്പറേച്ചർ സെൻസറിനെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു എക്സ്പ്ലനേഷൻസ് ചോദിച്ചിട്ടേ ക്വസ്റ്റ്യൻസ് വരുള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒരു 2 പഠിച്ചിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. നിങ്ങൾക്ക് 3 എങ്കിലും മിനിമം പഠിച്ചു വെച്ചോളൂ. അത് എളുപ്പമുള്ള തെർമോകപ്പിളും RTDയും തെർമിസ്റ്റേഴ്സുമാണ്. സെമി കണ്ടക്ടർ സെൻസറും സെയിം തന്നെയാണ്. നമുക്ക് ഫിഗേഴ്സ് മറ്റു കാര്യങ്ങളൊന്നും ഇല്ല, ജസ്റ്റ് നിങ്ങൾ നോക്കിയിട്ട് അങ്ങനെ എഴുതിയാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ നമുക്ക് നമുക്ക് ഇതിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് സെൻസറുകൾ നമ്മൾ പഠിക്കുമ്പോഴേ നിങ്ങൾ മെയിനായിട്ടൊരു കാര്യം നിങ്ങൾ ആലോചിച്ചാൽ മതി. എന്ത് തന്നെ ആയാലും ഇപ്പോൾ ടെമ്പറേച്ചറിന് ബിഹേവ് ചെയ്യുന്ന ഒരു മെറ്റീരിയലായിരിക്കും നമ്മളവിടെ സെൻസിങ് ഡിവൈസായിട്ട് വെച്ചിട്ടുണ്ടാവുക. ആ സെൻസിങ് ഡിവൈസസിൽ എന്തെങ്കിലും ഒരു സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യുകയും ആ സിഗ്നൽ ഒരു കറണ്ടോ വോൾട്ടേജോ ഈ റെസിസ്റ്റൻസോ കപ്പാസിറ്റൻസോ ഏതെങ്കിലും ഒന്നായിരിക്കും. അതിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് നമ്മൾ സെൻസറുകൾ നമ്മൾ ചെയ്യിപ്പിക്കുന്നത്.
അപ്പോൾ നമ്മൾ ആ ഒരു കോൺസെപ്റ്റിൽ തന്നെയാണ് നമ്മളിവിടെ പോകുന്നത്. ഇവിടെ തെർമോകപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് സെൻസറിലേക്ക് നമുക്ക് നോക്കാം. തെർമോകപ്പിൾ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ മെഷറിംഗ് ഡിവൈസ് ആണ്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ഒരു ഡിസിമിലർ മെറ്റീരിയൽസ്, 2 ഡിസിമിലർ മെറ്റീരിയൽസ് നമ്മൾ ഉപയോഗിക്കുന്നു. ഈ ഡിസിമിലർ മെറ്റീരിയൽസ് രണ്ട് എൻഡിൽ നമ്മൾ കണക്ട് ചെയ്യും. ഓക്കെ, ഒരു എൻഡിൽ എന്ന് പറയുന്നത് നമുക്ക് ഒരു ഹോട്ട് ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഏരിയയും കൊടുക്കും, വേറൊരു എൻഡ് എന്ന് പറയുന്നത് കോൾഡ് ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയയും കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ രണ്ടിൻ്റെയും വോൾട്ടേജ് ഓൾറെഡി ഇപ്പോൾ നമ്മളതിലേക്ക് ഒരു കറണ്ട് വന്നതിലും നമ്മൾ പാസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വോൾട്ടേജ് നമ്മളതിൽ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ആ വോൾട്ടേജ് നമുക്ക് ഓൾറെഡി മെഷേർഡ് വോൾട്ടേജ് എത്രയാണെന്ന് അറിയാം. എന്നിട്ട് ഈ ഹോട്ട് ജംഗ്ഷൻ മാത്രം എവിടെയാണോ ടെമ്പറേച്ചർ ഉണ്ടാകുന്നത് ആ ഭാഗത്തേക്ക് നമ്മളതിനെ കൊണ്ടുവെക്കും. അപ്പോൾ ഈ ഹോട്ട് ജംഗ്ഷനിൽ നമ്മൾ ക്രിയേറ്റ് ആവുന്ന ഒരു ഹീറ്റ് അനുസരിച്ച് കോൾഡ് ജംഗ്ഷനിൽ വരുന്ന വോൾട്ടേജ് ഡിഫറൻസിനെ മെഷർ ചെയ്തുകൊണ്ട് ആ മെഷർമെൻറ്റിൽ അനുസരിച്ച് ഇത്ര ടെമ്പറേച്ചർ റേസ് ആയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു മെത്തേഡാണ് തെർമോകപ്പിൾ എന്ന് പറയുന്നത്. അതിൽ വോൾട്ടേജ് എന്ന് പറയുന്നത് അത് റെഫർ ചെയ്യുന്നത് EMF വെച്ചിട്ടാണ്. അപ്പോൾ ഇതിൽ ഹോട്ട് ജംഗ്ഷനും കോൾഡ് ജംഗ്ഷനും ഉണ്ടാവും. ഇതാണ് കപ്പിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, 2 ഡിസിമിലർ മെറ്റൽ വയേഴ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മളതിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു വോൾട്ടേജ് അതിൽ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഇവിടെ ഹീറ്റ് വരുന്നതനുസരിച്ച് ഇത് രണ്ടിലും വോൾട്ടേജ് ഡിഫറൻസ് ഉണ്ടാവും. അതിൻ്റെ ജസ്റ്റ് ഇതാണ്, ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി. ഹീറ്റ് വരുന്നതനുസരിച്ച് ഇത് ജിഫ് ഫയലാണ്. ഓക്കെ, ഇത് വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഹോട്ട് ജംഗ്ഷൻ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ഓൾറെഡി ഇത് നമ്മൾ ഹോട്ടും കോൾഡും 2 ഡിസിമിലർ മെറ്റീരിയൽസ് വെച്ചിട്ട് നമ്മളൊരു കണക്ട് ചെയ്തിരിക്കുന്ന തെർമോകപ്പിൾ ഡിവൈസാണ്. ഇവിടെ ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ 1.53 മൈക്രോ വോൾട്ടേജ് ആണ് നമുക്കിവിടെ ഉള്ളത്. ഇവിടെ ഹീറ്റ് വരുമ്പോൾ ഇതിൽ സാധാരണ രീതിയിൽ 6.53 എന്നതിൽ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ 100 ഡിഗ്രി ഫാരൻഹീറ്റ് അതിലേക്ക് കൊടുക്കുമ്പോൾ 6 സംതിങ് ആണ് ഇതിൽ മൈക്രോ വോൾട്ടേജ് കാണിക്കുന്നത്. ആ ഡിഫറൻസ് നമ്മൾ 1.53 നിന്ന് ഇത്ര 6.53 ഡിഫറൻസ് മെഷർ ചെയ്തിട്ട് അതിന് എടുത്തിട്ട് ആ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു ഇത്ര ഡിഗ്രി ടെമ്പറേച്ചർ എന്നുള്ളതാണ് ഇതിൽ നിന്ന് മെഷർ ചെയ്തിട്ട് നമുക്ക് ഔട്ട്പുട്ട് കാണിക്കാം. ഇതാണ് തെർമോകപ്പിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് RTD ആണ്. RTD എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ഡിറ്റക്ടർ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള സെൻസിങ് മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് അതിൽ ഹീറ്റ് വരുമ്പോൾ അതിൽ ഉണ്ടാവുന്ന ഡിഫറൻസ്, അത് റെസിസ്റ്റൻസിൽ ഉണ്ടാവുന്ന ഡിഫറൻസ് ഈസ് ഈക്വൽ ടു ഇത്ര ടെമ്പറേച്ചർ റൈസ് എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യലാണ് ഈ ഒരു സെൻസറിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ പ്ലാറ്റിനം മെറ്റീരിയൽസ് ആണ് നമ്മൾ മെയിനായിട്ട് എല്ലാ ഭാഗത്തും നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ചില ഇതിൽ നിക്കലും കോപ്പറും അതുപോലെ അൺകോമൺ ആയിട്ടുള്ള ചില മെറ്റീരിയൽസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ബട്ട് കോമൺ ആയിട്ട് പ്ലാറ്റിനമാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുക. ഇനി ഇത് പാസീവ് ഡിവൈസ് എന്നാണ് ഈ RTD എന്ന് പറയുന്ന ഇതിനെ നമ്മൾ പറയാറ്. പാസീവ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ പുറത്തുനിന്നൊരു സപ്പോർട്ട് കൊടുത്തുകൊണ്ടാണ് ഈ ഒരു ടെമ്പറേച്ചർ സെൻസർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ എഴുതിയിരിക്കുന്നത് നോക്കാം, ഇതിൽ വായിച്ച് നോക്കാം. ടു മെഷർ ദ റെസിസ്റ്റൻസ് ഓഫ് എൻ RTD അപ്ലൈ എ കോൺസ്റ്റൻറ്റ് കറൻറ്റ്. ആ സമയത്ത് മെഷറിങ് ദ റിസൾട്ടിങ് വോൾട്ടേജ് ആൻഡ് ഡിറ്റർമൈൻ ദ RTD റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് RTD എന്ന് പറഞ്ഞ ഡിവൈസിൽ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരു കറണ്ട് നമ്മൾ അതിലേക്ക് കൊടുത്തുകൊണ്ടേയിരിക്കും, സപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കും. എവിടെയാണോ ടെമ്പറേച്ചർ റൈസ് ആവുന്നത് അവിടെ ഇത് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടെമ്പറേച്ചർ റൈസ് അനുസരിച്ച് അവിടെ വോൾട്ടേജ് ഡിഫറൻസ്, അവിടെ മീൻസ് വോൾട്ടേജ് മെഷർമെൻ്റ് എടുക്കും. ആ വോൾട്ടേജ് ഡിഫറൻസ് ഉണ്ടാകുമ്പോൾ RTDയിൽ റെസിസ്റ്റൻസ് ഡിഫറൻസ് ഉണ്ടാവും. ആ ഒരു ഒന്നിലെ ഡിക്രീസോ അല്ലെങ്കിൽ ഇൻക്രീസോ ഉണ്ടാവും. ആ ഇതിനെ നമ്മൾ മെഷർ ചെയ്തുകൊണ്ട് ഇത്ര ടെമ്പറേച്ചർ എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഇതാണ് RTD എന്ന് പറയുന്നത്. കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന അതിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ PT100 RTD എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഡിവൈസാണ് നമ്മളിവിടെ ഉപയോഗിക്കാറ്. ഒരുവിധം ഈ ഏകദേശം ഈ ഇപ്പോൾ ഇതിൽ പറഞ്ഞാൽ 200 ഡിഗ്രി സെൽഷ്യസ് വരേക്കും ഇതിൽ മെഷർ ചെയ്യാം എന്നൊക്കെ RTDയിൽ പറയുന്നുണ്ട്. നമ്മുടെ എൻജിൻസിലെല്ലാം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതും നെറ്റിൽ ജസ്റ്റ് സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയിരുന്നു. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് RTD എന്നുള്ളത് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ തെർമിസ്റ്റർ ആണ്. തെർമിസ്റ്റർ എന്ന് പറഞ്ഞാലും റെസിസ്റ്റൻസ് ചേഞ്ചസ് തന്നെയാണ് നമ്മളിതിൽ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. പക്ഷേ സിമിലർ മെത്തേഡ് തന്നെയാണ്. RTDയും ഇതും സിമിലർ മെത്തേഡ് തന്നെയാണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് ആണ്. സോ സെമി കണ്ടക്ടിങ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറിനനുസരിച്ച് ആ മെറ്റീരിയൽ ഒരു ബിഹേവിയർ ഉണ്ടാവും. അതെന്ന് പറഞ്ഞാൽ ഒന്നിലെ ലെങ്ത് ചേഞ്ചസ് ആവാം. അപ്പോൾ പീസോ റെസിസ്റ്റീവ് മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അതിൽ ഇപ്പോൾ ലെങ്ത്ത് പറഞ്ഞാൽ ലെങ്ത്ത് ഒന്നിൽ ഇൻക്രീസ് ആവുമോ ഡിക്രീസ് ആവുമോ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഡിക്രീസ് ആകുമ്പോൾ അതിലുണ്ടാകുന്ന റെസിസ്റ്റൻസിനെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ഇത്ര റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ഇത്ര ടെമ്പറേച്ചർ എന്നുള്ളത് നമുക്ക് ഔട്ട്പുട്ട് കാണിച്ചാൽ മതി. അതാണ് തെർമിസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് സെൻസറുകളെ കുറിച്ച് കൂടുതൽ അറിയാം. നിങ്ങൾ 4th സെമസ്റ്റർ തൊട്ട് പഠിച്ചു വരുന്നതാണ്. നമുക്ക് ജസ്റ്റ് അപ്പോൾ ഇത് മനസ്സിലാക്കിയാൽ മതി. ഇതിൽ തന്നെ
NTC PTC എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അത് പറഞ്ഞാൽ നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ളതും നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റും പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് എന്നും പറഞ്ഞിട്ട്. നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ആകുമ്പോൾ ഇതിൻ്റെ റെസിസ്റ്റൻസ് ഡിക്രീസ് ആവും. അപ്പോൾ എത്ര ഡിക്രീസ് ആയി എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ഈസ് ഈക്വൽ ടു ഇത്ര ടെമ്പറേച്ചർ റൈസ് ആയി എന്നുള്ളതാണ് നമ്മളിവിടെ NTC എന്ന് പറഞ്ഞിട്ടുള്ള തെർമിസ്റ്റർ ടെമ്പറേച്ചർ സെൻസറിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. PTC എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്. ടെമ്പറേച്ചർ റൈസ് ആവുന്നതനുസരിച്ച് റെസിസ്റ്റൻസ് ഇൻക്രീസ് ആവും. ഓക്കെ, സോ സെയിം കണ്ടക്ടർ സെൻസർ തന്നെയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അതിനെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നു എന്ന് മാത്രം. നമുക്ക് ഒരുവിധം മൈക്രോ ലെവലിൽ നമുക്ക് ടെമ്പറേച്ചർ സെൻസർ മെഷർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ് അല്ലെങ്കിൽ സെൻസറാണ് സെമി കണ്ടക്ടർ സെൻസർ എന്ന് പറയുന്നത്. ഇവിടെയും നമ്മൾ തെർമോകപ്പിൾ രീതിയിലൊക്കെ ഇതിനെ നമുക്ക് ഉപയോഗിക്കാം എന്നെല്ലാം പറയുന്നുണ്ട്. സോ ഒരു മീൻസ് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് പോലെ അതിൻ്റെ ജസ്റ്റ് ഈ ഫിഗർ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം. IC നമ്മൾ കാണില്ലേ, ആ ഒരു രീതിയിൽ നമുക്കിത് ചെയ്തിട്ട് ഇതിൽ നമ്മൾ വരുന്ന ഇപ്പോൾ ഏതാണോ നമ്മൾ സെമി കണ്ടക്ടിങ് മെറ്റീരിയൽ ഉപയോഗിക്കുന്നത് അതിൻ്റെ പ്രോപ്പർട്ടി എന്താണോ ചേഞ്ചസ് വരുന്നത് ടെമ്പറേച്ചർ അനുസരിച്ച് ആ ചേഞ്ചസിനെ മെഷർ ചെയ്തുകൊണ്ടാണ് സെമി കണ്ടക്ടർ സെൻസർ നമ്മൾ മെഷർ ചെയ്യുന്നത്. സോ ഡിജിറ്റൽ ടെമ്പറേച്ചർ സെൻസേഴ്സ് ജസ്റ്റ് ഈ സെൻസറുകളിൽ തന്നെ ഡിജിറ്റലൈസ് ചെയ്യുകയാണ്. സോ അതുകൊണ്ട് ഒരു സെപ്പറേറ്റ് എക്സ്പ്ലനേഷൻ ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടില്ല. സോ ഇത് കേട്ട് നോക്കുക, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക, ഞാനത് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, താങ്ക് യു.